ഇന്ന് നമുക്ക് കിങ്ങിണിയപ്പവും ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കുന്ന നല്ല ഒരു തക്കാളി ചട്നിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ ഈ തക്കാളി ചട്നി കഴിക്കാനായിട്ട്. നിങ്ങൾ ഇന്നേ വരെ കഴിക്കാത്ത ഒരു പ്രത്യേക രുചിയിലുള്ള തക്കാളി ചട്നിയാണ്. ഒപ്പം ഈ കിങ്ങിണിയപ്പവും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് ടിഫിന് കൊടുത്തു വിടാനും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഈ മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് 3-4 ദിവസം എടുത്തു വയ്ക്കാനും പറ്റും. ഒപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. ഈ അപ്പവും നമുക്ക് ഇതേപോലെ തന്നെ ചൂട്ടോടെ നമ്മൾ അടച്ച് പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുറേ സമയം കേടാവാതെ നമുക്ക് എടുത്തു വെക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും രുചികരമായ ഈ തക്കാളി ചമ്മന്തി, തക്കാളി ചട്നി എന്നൊക്കെ നമുക്ക് പറയുന്നത് ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വറ്റൽ മുളക് ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേപ്പിലയോ മല്ലിയിലയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ വറ്റൽ മുളകൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒരു കയ്യിലെടുത്ത് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഞാനിവിടെ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കാം. ഇനി നമുക്കിവിടെ ഒരു 4 പഴുത്ത തക്കാളിയും 2 സവാളയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിന് അരച്ചെടുത്തിട്ടുള്ള അരപ്പ് അതും നേരത്തെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്ത മുളക് പൊടിയും കടുകൊക്കെ പൊട്ടിച്ചുണ്ടല്ലോ അതിലേക്ക് നമുക്കിതിനെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ഒരുമിച്ച് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ കണക്കിൽ തന്നെ തക്കാളിയും സവോളയും എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്കത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഒരു പുളിപ്പും മധുരവും ഒക്കെ ആയിട്ട് എരിവും ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ അത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് ഞാനതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം അതെല്ലായിടത്തേക്കും ആ തക്കാളിയുടെയൊക്കെ മുളക് പൊടി ഇട്ടുമല്ലോ അതിലേക്കൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴാണ് ഗ്യാസ് ഓൺ ചെയ്യേണ്ടത്. മുൻപേ തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ കരിഞ്ഞ് പോവും. ഒപ്പം തക്കാളി ചട്നിയുടെ ടേസ്റ്റും കളറൊക്കെ മാറിപ്പോവും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് ഇത് ഇനി ഒരു ചെറിയ തീയിൽ വെച്ച് അത് അവിടെ കിടന്നൊന്ന് തിളച്ച് പൊട്ടി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കിങ്ങിണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കിങ്ങിണിയപ്പത്തിൻ്റെ മാവ് ഓൾറെഡി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവാണ്. ഇതുണ്ടാക്കാനായിട്ട് ഇതുപോലെ വലിപ്പമുള്ളൊരു ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക. ചെറിയ ചട്ടിയാണെങ്കിൽ ചെറിയ ചട്ടിയിൽ നമുക്ക് കുറച്ചായിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയും 2 ടീസ്പൂൺ ഉഴുന്നും ആണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പച്ചരിയിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന്, ഒപ്പം അതിലേക്ക് ഒരു 4 ടീസ്പൂൺ ചോറ്, സാധാരണ നമ്മുടെ മാവരയ്ക്കുമ്പോൾ നമ്മൾ ചോറ് ഉപയോഗിക്കുമല്ലോ അതേപോലെ ഉപയോഗിക്കുന്ന 4 ടീസ്പൂൺ ചോറ്, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ഇട്ട് നമ്മൾ അരച്ച് വെച്ച് പിറ്റത്തെ ദിവസം രാവിലെ ആകുമ്പോൾ അത് ഫെർമെൻ്റായി വരും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കിങ്ങിണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉഴുന്നിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വേണം ഇതിടാനായിട്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ നന്നായിട്ട് വീർത്ത് പൊന്തി വരും. ഉഴുന്ന് വളരെ കുറച്ച് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതേ ഒരു ടേസ്റ്റിലുള്ള ഈ അപ്പം നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഹോളുകളൊക്കെ വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് നന്നായിട്ട് അത് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് വിട്ട് വരും കേട്ടോ പാനിൽ നിന്ന് വിട്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അടി വെന്തിട്ടില്ല. അപ്പോൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. മറച്ച് ഇടേണ്ട ആവശ്യമില്ല. മറച്ചിടാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ദോശയേക്കാളും അപ്പത്തിനേക്കാളും ഒക്കെ കഴിക്കാൻ സ്വാദാണ് കേട്ടോ ഇത്. കാരണം ഉഴുന്ന് കൂടുമ്പോൾ കണ്ടോ ഇതെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല, അതിൻ്റെ അർത്ഥം അത് വെന്തിട്ടില്ല. നന്നായിട്ട് വെന്ത് വരുമ്പോൾ അത് ചട്ടിയിൽ നിന്ന് പതുക്കെ നമുക്ക് വിട്ടുവരും. അപ്പോൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് അതിനെ മാറ്റിയിടാം. അപ്പോൾ ഇതേപോലെ നമ്മൾ മാവ് ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആഴ്ചയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അരച്ച മാവാണ്. ഈ മാവ് കൊണ്ട് എനിക്കൊരു 3-4 പ്രാവശ്യം ഇതേപോലെ കിങ്ങിണിയപ്പം ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഉഴുന്ന് 2 ടീസ്പൂണാണ് ഇടണമെങ്കിലും നന്നായിട്ട് മാവ് വേർത്ത് പൊന്തിയൊക്കെ വരും കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇവിടെ തക്കാളി ചട്നി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
ഈ തക്കാളി ചട്നി കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. പിന്നെ ഇതിലുള്ള ജലത്തിൻ്റെ അംശം മുഴുവൻ പൊട്ടിപ്പോകണം കേട്ടോ. ഇനി കണ്ടോ, ഞാനിവിടെ ഒരു അപ്പം എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെയുള്ള അപ്പമാണ്. ഒപ്പം നമുക്ക് പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല മുരിഞ്ഞ് നല്ല അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എത്ര വലിയ ചട്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. ചെറിയ ചട്ടിയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു എന്താ പറയുന്നത്, കിങ്ങിണിയപ്പത്തിൻ്റെ പ്രത്യേകത, നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ ഈ ചട്നിയുടെയും പ്രത്യേകത അങ്ങനെ തന്നെയാണ്. ഒരാഴ്ച വരെ ഈ ചട്നി നമുക്ക് കേടാകാതെ ഉപയോഗിക്കാൻ പറ്റും. ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ പുറത്തൊക്കെ ഇതിങ്ങനെ ഒന്ന് പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ആവും കേട്ടോ. ഇത് കഴിയുമ്പോൾ ഇതൊന്ന് തുടയ്ക്കണം, അത് മാത്രമേ ഒരു പണിയുള്ളൂ. വേറെ ഇതിന് പ്രത്യേകിച്ച് നമുക്കൊന്നുമില്ല. അത് അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതിലുള്ള ജലാംശമാണ് അതങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് കിങ്ങിണിയപ്പം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ചൂട്ടോടെ ഇപ്പോൾ ഈ ഒരു തക്കാളി ചട്നിയുടെ കൂടെയോ തേങ്ങാ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. ഈ തക്കാളി ചട്നിയും ഈ കിങ്ങിണിയപ്പവും നല്ലൊരു കോംബോ ആണ്. ഒപ്പം ഇത് നമുക്ക് കേടുകൂടാതെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു തക്കാളി ചട്നി നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം. ഈവൻ ചോറിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും. ഒരു ചെറിയ ടാങ്കി ടേസ്റ്റാണ്, ഒരു പുളിയും മധുരവും പിന്നെ അതിൻ്റെ ചെറിയൊരു എരിവും ഒക്കെ ആയിട്ട് നല്ല രുചിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രുചികരമായിട്ടുള്ള കിങ്ങിണിയപ്പം എങ്ങനെ കഴിക്കണമെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി ഞാനിവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ടിഫിനൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ല സ്പോഞ്ചി ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. അത് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം.